നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗംഗാധരൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ശിവശങ്കരനും മനുവും ഗംഗാധരനും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഗംഗാധരൻ ശിവശങ്കരനോട് പറഞ്ഞു, ശിവ, എനിക്ക് നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ഒരു കാര്യമില്ലാതെ ഗംഗാധരൻ അവിടെ നിന്ന് ഇവിടം വരെ, നീലഗിരിയിൽ നിന്ന് ഇവിടം വരെ വരില്ല എന്നുള്ള കാര്യം ശിവശങ്കരന് മനസ്സിലായി. അങ്ങനെ ശിവശങ്കരനെ കൂട്ടിക്കൊണ്ട് ഗംഗാധരൻ മുറിയിലേക്ക് പോയി. മനുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. എന്തൊക്കെയോ വലിച്ച മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട്. വലിച്ചന് ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ടേക്ക് വരത്തില്ലോ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശിവൻ ചോദിച്ചു, എന്താ ഗംഗേട്ടാ, ഗംഗേട്ടൻ എന്താ കാര്യമായിട്ട് പറയാനുള്ളത്? എന്തേലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ അത് നിസ്സാര പ്രശ്നമൊന്നും അല്ല. നിസ്സാര പ്രശ്നമൊന്നും അല്ലേ? ആ ബാലേന്ദ്രൻ ഉണ്ടല്ലോ, അയാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രനോ? അയാൾ എന്തിനാ കാണാനായിട്ട് വരുന്നേ? കാണാൻ വെറുതെ വന്നല്ല അയാൾ എന്നെ. അയാൾ നീലഗിരിക്ക് വന്നിട്ട് എന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിക്കുകയോ ചെയ്തേ, അതോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോലും വന്നില്ല. അയാൾ വന്നിട്ട് ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. എന്താണെന്നറിയാവോ? സ്റ്റാലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. സ്റ്റാലിനെ കുറിച്ചുള്ള കാര്യങ്ങളോ? അതെ. അതെന്തിനാ കേട്ടാ സ്റ്റാലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരറിയണേന്ന് ചോദിച്ചു. അവിടെ നിന്ന് അലീനെ പോകുമല്ലേ, അലീനെ പോകുക എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാലി ഇപ്പം എവിടെയുണ്ട്, എന്താ ഏതാന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അല്ലാതെ എനിക്ക് കൂടുതലായിട്ട് അയാളെക്കുറിച്ചൊന്നും അറിയില്ല. അയാളിപ്പോൾ എവിടെയാന്ന് പോലും എനിക്കറിയില്ലല്ലോ. ഇത് പണിയാണല്ലോ ഗംഗേട്ട എന്ന് ശിവശങ്കരൻ പറഞ്ഞു. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എനിക്ക് നല്ല ഭയമുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട്. അല്ല, ഈ വൈജയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? അലീനെ ആ വീട്ടിൽ നിന്ന് പോകാതിരിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടായിരിക്കുമോ? അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്രൻ എങ്ങോട്ടാ എന്താ പോയെന്നും അറിയത്തുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. പിന്നീട് മനു വിളിച്ചു നോക്കിയപ്പോഴറിഞ്ഞേ ബാലേന്ദ്രന് എവിടേക്കോ പോയിരിക്കുമെന്ന്. പിന്നെ കുട്ടികളൊന്നും അവിടെയില്ല, അവരൊക്കെ എറണാകുളത്തിന് പോയിരിക്കുമെന്ന്. അലീനയോടൊപ്പം ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയില്ലേ, രേവതിക്കുട്ടി, അവളുടെ വീട്ടിൽ പോയതെന്നുള്ള കാര്യങ്ങളും അറിഞ്ഞത്. പക്ഷേങ്കിൽ ബാലേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, അപകടമാണിത്. ഈ പോക്ക് അപകടത്തിലേക്കാണ് പോകുന്നത്. സ്റ്റാലിയെ പോയി ബാലേന്ദ്രൻ കണ്ടെന്ന് വെച്ചോ, പിന്നീട് സ്റ്റാലിനെ അറിയും അലീന തൻ്റെ മകളാന്നുള്ള കാര്യം. അങ്ങനെ അറിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കുമോ? അപ്പോൾ വൈജി എവിടെയെന്നൊരു ചോദ്യം വരും. വൈജി അന്വേഷിച്ച് അയാൾ വരാതിരിക്കില്ല, ഉറപ്പായിട്ടും വരും. വൈജി സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അലീന മകളാന്നും എല്ലാ കാര്യങ്ങളും അറിയും. ഇത്രയും കാലം നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് അവളെ വഞ്ചിക്ക് വരുന്ന അവളുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നുള്ള കാര്യം പിന്നെ എന്താ ഭൂകമ്പം സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനേക്ക് അപ്പുറത്തേക്കായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനിയിപ്പം നമുക്ക് തടയാനും പറ്റില്ല. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും കേട്ടാ, വരുന്നിടത്ത് വെച്ച് കാണാം. ബാലേന്ദ്രൻ്റെ കയ്യേക്കാലെ പിടിച്ചോണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഏക പോംവഴിന്ന് പറഞ്ഞാൽ വൈജയോട് പോയി സംസാരിക്കണം. വൈജയോട് പറയണം കടപ്പാട്ടൂർക്ക് തിരികെ പോകാനായിട്ട്. അലീന ആ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറയണം. എൻ്റെ ഗംഗേട്ട, അത് പറയാവുന്നതിൻ്റെ അപ്പുറം ഞങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷെ അവളാണെങ്കിലോ ഒറ്റക്കാലം നിൽക്കുക, ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതാ അവളോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അവളുടെ വിചാരം ഈ പറയുന്ന അലീന ബാലേന്ദ്രൻ്റെ മോളാന്നാണ്. പക്ഷെ ഇപ്പോഴത് മനസ്സിലാവും ചെയ്തല്ലാന്ന്. എന്നിട്ടും അവൾ വിചാരിക്കുന്ന എന്താ, അവൾ എന്തിനാ അവിടെ നിന്ന് പോകാത്തെ? അപ്പം എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് ബാലേന്ദ്രനുമായിട്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളിരിക്കുന്നത്. നമ്മൾ അവളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവളുടെ തലയിലേക്ക് കയറുമോ? അതെ, ഇനിയിപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാ. ശിവ, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അലീന ആ കടപ്പാട്ട് വീട്ടിൽ നിൽക്കുക മാത്രം ഇതിനുള്ള ഏക പോംവഴി. അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴിയും കാണുന്നില്ല. അങ്ങനെ ഒടുവിൽ രണ്ടുപേരും കൂടെ വൈജയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. വൈജയുടെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈജ ഫോൺ വിളിയിലായിരുന്നു. അങ്ങനെ അവരെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഫോണൊക്കെ കട്ട് ചെയ്തു. ഇതെന്താ രണ്ടുപേരും കൂടെ എന്തോ ഗൂഢലക്ഷ്യമായിട്ടാണല്ലോ. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, എന്ത് ലക്ഷ്യം? നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്നോട് എന്ത് സംസാരിക്കാനാ ഗംഗേട്ട? എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ചൂടുമില്ല. എനിക്കെന്ത് സംഭവിച്ചാലും എന്താ? അതുകൊണ്ടല്ലേ ആ അലീന എന്ന് പറയുന്നവള് ആ വീട്ടിൽ നിന്ന് പോകാതെ ഇപ്പോഴും കിടക്കണേ. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന്മാരിങ്ങനെ നിൽക്കുമായിരുന്നോ? നേരത്തെ തന്നെ പോയി അവളെ കയ്യെ പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിടുവല്ലേ. ഇപ്പോഴാണെങ്കിൽ അവൾ ബാലേന്ദ്രൻ്റെ മകളല്ലെന്ന് തെളിയുകയും ചെയ്തു. എന്നിട്ട് പോലും എൻ്റെ സഹോദരന്മാർക്ക് ഒരു ചൂടുമില്ല. അത് കേട്ടതും ഗംഗാധരൻ പറഞ്ഞു, നിനക്ക് എന്താ വൈജേ?
അലീന അവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്കെന്താ ബുദ്ധിമുട്ട്? അതെ, ഗംഗേട്ടന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്ത് മനസ്സിലാവത്തില്ലെന്ന്? അവൾ നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? നിന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്കല്ലേ നോക്കുന്നേ? നിന്റെ മക്കളുടെ സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റമില്ലേ? സ്വന്തം കൂടപ്പറപ്പുകളെ പോലെയല്ലേ അവൾ കൊണ്ടു നടക്കുന്നേ? അതെ, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവളുടെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. എനിക്ക് അവളെ ഇഷ്ടമില്ല. ശിവശങ്കരൻ പറഞ്ഞു, വൈജയ് നീ കാണിക്കുന്നുണ്ടല്ലോ, നീ എത്രയും പെട്ടെന്ന് തന്നെ കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ പോകാൻ നോക്ക്. ശിവേട്ട, ഇത് എനിക്കൂടെ അവകാശപ്പെട്ട വീടാ. ഞാനിവിടെ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞേരെ. ഞാൻ ഏതെങ്കിലും വാടക വീട് എടുത്ത് മാറിക്കോളാം. പക്ഷെ ഞാൻ എന്നാലും അവിടേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ അവിടെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ലെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന. വന്നിട്ട് ഇത്ര ദിവസമായി. നിങ്ങൾ ആരെങ്കിലും ബാലേന്ദ്രനെ വിളിച്ചു ചോദിച്ചോ അവളെ പറഞ്ഞു വിടാത്ത എന്താന്ന്? എന്നിട്ട് എന്നെ അവിടേക്ക് തിരിച്ചു കൊണ്ടുവിടാൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് അത്രമാത്രമേ ഉള്ളൂ എന്നോടുള്ള സ്നേഹവും കരുതലും ഒക്കെ. സഹോദരന്മാർ തടിമാടന്മാർ 2-3 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രയോജനമില്ല. ഗംഗാധരൻ പറഞ്ഞു, വൈജയ് നീ കാണിക്കുന്നുണ്ടല്ലോ ശരിയായിട്ടുള്ള കാര്യമല്ല. ഗംഗേട്ടാ, ഗംഗേണ്ട എന്ത് പറഞ്ഞാലും ശരി, അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ അവിടേക്ക് കാലും ഒത്തില്ല. ഓ അങ്ങനെയാണല്ലേ? എങ്കിൽ നീ ഒരു കാര്യം വിചാരിച്ചു, അവൾ ആ വീട്ടിൽ നിന്ന് പോയിട്ട് നീ അവിടേക്ക് കാലുകുത്താനായിട്ടിരുന്നു. അങ്ങനെ നീ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ആ കുടുംബം തന്നെ തകർന്നു പോവും. പിന്നെ കുടുംബം തകർന്നു പോവും. ഇത്രയും കാലം വൈജയന്തി ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടെന്ന് എനിക്കറിയാം. വൈജയ പഴയ കാലമല്ലത്. അലീരി ആ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുടുംബം ഇല്ലെന്ന് തന്നെ നീ കൂട്ടിയാൽ മതി. പിന്നെ നിനക്ക് അവിടെ ഒരിക്കലും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ് ഗംഗേട്ടൻ്റെ ശിവേണ്ടേന്നും. അങ്ങനെയൊന്നുമല്ല. അവൾ അവിടെ നിന്ന് ഇറങ്ങിയാലോ ആ കുടുംബത്തിൽ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി എത്ര പറഞ്ഞാലും ശരിയാവുന്ന ഇല്ലെന്ന്. ഉടയിൽ അവർ തോറ്റു പിന്മാറുകയാണ്. പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഗംഗാധര ശിവശങ്കരനോട് പറഞ്ഞു, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം അവളുടെ ഇഷ്ടം. അവളെന്താണെന്ന് ചെയ്യട്ടെ. വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്നല്ലേ? അല്ല ഗംഗേട്ട, ഇപ്പം സ്റ്റാലിയെ പോയി കണ്ടിട്ടുണ്ടായിരിക്കുമോ? കണ്ടിട്ടുണ്ടായിരിക്കുമോ എന്നറിയത്തില്ല. ഒരു പക്ഷെ ബാലേന്ദ്രനല്ലേ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. കൂടെ ഗോവർദ്ധനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെയാ. അല്ല ഗോവർദ്ധന് ഈ കഥകളൊക്കെ അറിയാവോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ അധികം വൈകാതെ അറിയുമായിരിക്കും എന്ന് പറഞ്ഞു. ദൈവമേ, ഇതാകപ്പാടെ നാണക്കേടാവുമല്ലോ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് മനുവിനെ ഗംഗാധരൻ കാണുന്നുണ്ട്. മനുവായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും മനു പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും വലിച്ച? എന്ത് ചെയ്യാനായിട്ടാ? അലീനെ അവിടുന്ന് പോകാതിരിക്കുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു. അലീനെ അവിടുന്ന് പോകുന്നാ പറയണേ. അലീനെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കണമെന്ന് അങ്കിള് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അലീന എന്നോട് പറയുകയും ചെയ്തു എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരപ്പെടുത്തി തരണമെന്ന്. അവൾക്ക് അവിടുന്ന് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേങ്കിൽ ആൻറ്റി ഇവിടുന്ന് അവിടേക്ക് ചെല്ലണമെങ്കിൽ അവൾ പോയല്ലേ മതിയാവുള്ളൂ. അതുകൊണ്ട് മാത്രം അവൾ പോകണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പോൾ അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് ഗംഗാധരൻ വിളിച്ച് വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയണം. അതേടെ അലീന പറഞ്ഞു, ഇതെന്താ പെട്ടെന്ന്? അത് പിന്നെ ബാലേന്ദ്രൻ അങ്കിള് നീലഗിരി ചെന്നിട്ടുണ്ടായിരുന്നു. നീലഗിരിയിലോ? അതെന്തിനാ? അത് എന്തിനാന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. അല്ല അച്ഛൻ അവിടേക്കായിരുന്നു പോയത്. അച്ഛനെ ഞങ്ങൾ കൊല്ലത്ത് വെച്ച് കണ്ടായിരുന്നല്ലോ. കൊല്ലത്ത് വെച്ചോ? അതെ, കൊല്ലത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനുവിന് മനസ്സിലായി ബാലേന്ദ്രൻ ഞങ്ങൾ രണ്ടും വിചാരിച്ചോണ്ടാ. വെറുതെ ഇരിക്കില്ല. ഇത്തവണ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാവുന്ന. അലീനയോട് പറയണോ വേണ്ടോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു. നിന്റെ അച്ഛനെ തേടിയിട്ടാണ് അങ്കിൾ പോയിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അവൾക്ക് അല്ലെങ്കിൽ തന്നെ നല്ല വിഷമമുണ്ട്. കടപ്പാട്ട് വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് പോവാതിരിക്കാൻ അവൾക്ക് പറ്റില്ലല്ലോ. ഒടുവിൽ അലീനയോട് പറയണ്ട, ഒരു പക്ഷേ ഇനിയിപ്പോൾ അങ്കിള് കാണാൻ പോകുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ചിലപ്പം അയാളെ കണ്ടു കിട്ടിയില്ലെങ്കിലോ തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, മനുവേട്ട ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് മനുവേട്ടൻ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. വെറുതെ ഒരു വീട്ടിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ. നല്ലൊരു ജോലി വേണ്ട നിനക്ക്. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കണേന്ന് പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം കേട്ടോ, ഇനി അധികം വൈകില്ലെന്ന് പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മനു കോള് കട്ട് ചെയ്തേ. പക്ഷെ മനുവിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അലീനെ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.